നമ്മുടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ചേട്ടനും കണ്ടു പോകണ്ടല്ലോ, എവിടെ പോകണം നോക്കട്ടെ. രാവിലെ ഇട്ടുന്നു ആളിത് ചീനവലയുടെ എടുത്ത് പോവുകയാണ്, വല വലിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ആൾ പറയണ്ടായിരുന്നു, ഇപ്പോൾ രാവിലെയാണ് ഇപ്പോൾ നമുക്ക് തക്കു എന്ന് പറയണ്ടായിരുന്നു. രാവിലെ തക്കു എന്ന് പറയണതേ പല ടൈമിലാണ് നമുക്ക് മീൻ കിട്ടണ സമയങ്ങൾ. എന്നുവെച്ചാൽ ചില സമയത്ത് രാവിലെ കിട്ടും, ചില സമയത്ത് സന്ധ്യയൊക്കെ ആയിരിക്കും. ആ സമയത്ത് വലിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് ചെറിയൊരു ചീനവല കേട്ടാ, എന്തെങ്കിലും നമ്മുടെ കറിയുടെ കാര്യം നടക്കും ഇതിൽ. അത് തന്നെ വലിയ കാര്യമുള്ള, കറിക്ക് കിടക്കണ തന്നെ വലിയ കാര്യമുള്ള. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എന്തോ 3-4 കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണം. ഇല്ലല്ലേ, ഒന്നുമില്ല കേട്ടോ, നമുക്ക് കിട്ടണല്ലോ ഒന്ന്. അപ്പോൾ എന്തോ വലിച്ചത് അതിൽ പാത്രത്തിലുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കട്ടെ കേട്ടോ. നമ്മുടെ ചീനവലയുടെ പാലം കേട്ടോ. ഇവിടെ ഒരു കയറ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ കറിക്കുള്ളൊരു മീനാണ് കേട്ടോ. 4 പൊടിക്കണം കിട്ടിയിട്ടുണ്ട്. 2-3 പൊടിച്ച് വരുന്നുണ്ട്. ജീവനോടെ ഉള്ളതാണ്, ഇപ്പോൾ കിട്ടിയതാണിത്. അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വല വലിക്കാൻ കേട്ടോ. അത് ഒരു വലിയ വലയാണ്. അതിൽ മീൻ കിട്ടും. നമുക്ക് വല വലുതായിരിക്കണേ, അപ്പോഴാണ് മീൻ കിട്ടുള്ളൂ. നമുക്ക് ചെറിയ ഇത്തിരി സ്ഥലത്ത് ഇട്ടാക്കണ വലയുള്ള, നമുക്കിത് വലുതാക്കാനും പറ്റൂല. അങ്ങനെ അല്ല, കറിക്ക് കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ അതേ അവിടെ പിന്നെ രാവിലെ വേണ്ട ഇവിടെ ചെളി വാരണയാണ്, 5 ചെളി വാരണ കണ്ട. പിന്നെ ബോട്ടുകളൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ അന്തരീക്ഷം മഞ്ഞ് മൂടി കിടക്കുകയാണ്. മഞ്ഞായി തുടങ്ങിയിട്ടുണ്ടല്ലോ, നവംബർ. മഞ്ഞിൻ്റെ അന്തരീക്ഷമുണ്ട്. ഇതേ ആൾ വല വലിക്കാൻ പോയിട്ട് ഞാൻ മാറട്ടെ. വല വലിച്ചതേ താഴ്ത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് പ്രതീക്ഷയാണ് ചീനവല ഒരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. എന്തോ ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. പറഞ്ഞു കിട്ടിയാലും മതി. വെല്ല കാലത്തൊക്കെ ഇതിൽ വലിയ മീൻ കിട്ടാറുണ്ട് കേട്ടോ. വല്ല കൊല്ലത്തിലൊരിക്കലൊക്കെ ചെമ്പല്ലിയ വലിയ തിരുതയൊക്കെ കിട്ടാറുണ്ട്. കോരി കൊണ്ടുപോകുന്നുണ്ട്. എവിടെ ഒരു പൊടി മീൻ കിട്ടിയേക്കുന്നുണ്ട്. അത് പിടക്കുന്നുണ്ട്, പാവം പിടക്കുന്നുണ്ട്. വെള്ളമീനാണ് ഇത്. മാലാങ്കണമ്പെന്നാ പറയുന്നത്. മാലാനുണ്ട്, കണമ്പും ഉണ്ട് അല്ലേ. മാലാന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ്, കടമ്പെന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ്. ഞങ്ങൾക്കത് കടമ്പാണ് ഇഷ്ടം. പക്ഷെ രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷെ ചെതുമ്പലിന് വ്യത്യാസമുണ്ട്. മാലാൻ്റെ ചെതുമ്പലിന് വ്യത്യാസമുണ്ട്. നമ്മൾ സ്ഥിരം കാണുമ്പോൾ എനിക്കറിയാൻ പറ്റുള്ളൂ. മാലാൻ്റെ ചെതുമ്പൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചല്ലേ, വേറൊരു ഗ്ലേസിങ് ആണ് ഇനി. എന്താ കണ്ട കണമ്പിൻ്റെ ചെതുമ്പൽ കണ്ട, ഇനി വ്യത്യാസമുണ്ട്. നമുക്ക് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് ആദ്യം വന്നപ്പോൾ ഒന്നും അറിയാൻ മടിയിലായിരുന്നു. ഇപ്പം അറിയാം കാണുമ്പോൾ. പിന്നെ അതേ നമുക്കതേ കണ്ട ഈ കുപ്പികൾ കണ്ട, പുഴയിൽ കൂടി ഒഴുകി പോണ കുപ്പികൾ അച്ഛൻ പിടിച്ചിട്ടാക്കണ കേട്ടോ. പിന്നെ നമ്മൾ ഈ ആൾക്കാർ വലിച്ചെറിയണം. ശരിക്കും പറഞ്ഞാൽ ഈ കുപ്പികൾ നമുക്കറിയാം പുറത്തോട്ട് നമ്മൾ പുഴയിലോട്ട് വലിച്ചെറിയണ്ട. ഈ കരയിലിട്ടാൽ തന്നെ ഈ വേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ആളുകൾ അവരെടുത്തോളും. വെറുതെ കാശൊന്നും തരാണ്ട് എടുക്കുന്ന തമിഴന്മാരില്ല, അവരെടുത്തോളും. പക്ഷേ ആൾക്കാർ എന്തിനാണെന്നാവോ ഇത് പുഴയിലോട്ട് വലിച്ചെറിയും. ശരിക്കും പറഞ്ഞാൽ പുഴയിലോട്ട് നമ്മൾ സാധനം വലിച്ചെറിയരുത്. വലിച്ചെറിഞ്ഞാൽ അത് നമുക്ക് തന്നെ കേടാണ്, നമുക്കറിയാം. എന്നുവെച്ചാൽ ഈ സംഗതി നമുക്കറിയാം. നമുക്ക് പല വാർത്തയിലൊക്കെ കേൾക്കാറുണ്ട്. ഇത് മീൻ കഴിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് മീൻ കഴിച്ചിട്ട് ലാസ്റ്റ് ആ മീനെ കഴിക്കണം നമ്മൾ, ആ പ്ലാസ്റ്റിക് തന്നെ കഴിക്കേണ്ട ഒരു ഗതികേട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയാതിരിക്കുള്ളൂ. ലാസ്റ്റ് നമ്മളിലോട്ട് തന്നെയാണ് ഇത് എത്തുന്ന ചിന്ത നമുക്കില്ല. അപ്പോൾ ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കിട്ടണ കുപ്പികളൊക്കെ പിറക്കി ഇതിലോട്ട് ഇങ്ങനെ കണ്ട ചീനവലയുടെ തന്നെ ഉള്ളൊരു കൂടാണിത്. വലയും കൊണ്ട് ആൾ തന്നെ സെറ്റ് ചെയ്താക്കണ ഒരു വലയുടെ ഒരു കൂടാണിത്. അതിലോട്ട് ഇട്ട് വെച്ചാക്കിയാണ് അങ്ങനെ ഇത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിർത്തേണ്ട. അതെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നിറച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.